മുകേഷിന്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം കടുക്കുന്നതിനിടയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. നിർണായകമായ ഒരു യോഗമാണ്, നേതൃയോഗമാണ് ചേരാൻ പോകുന്നത്. എന്ത് തീരുമാനമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കടുത്ത അനിഷ്ടമുണ്ടെങ്കിലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്നാൽ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് CPI. അതിന്റെ 2 ദിവസത്തെ അജ്ഞാതവാസത്തിന് ശേഷം മുകേഷ് MLA തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. പോലീസിന്റെ സുരക്ഷയിലാണ് മുകേഷ് പുറത്തേക്ക് പോയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 2 ദിവസമായി അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ തേടുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുകയാണ്, വിവാദങ്ങൾ കൊഴുക്കുകയാണ്. അതേസമയം ഗൗരവതരമായ ആരോപണമാണ് മുകേഷ് MLAക്കെതിരെ ഉയർന്നു വന്നത്. ആ ഗൗരവത്തിൽ തന്നെ CPM സെക്രട്ടേറിയറ്റ് ആ വിഷയത്തെ പരിഗണിക്കുമോ എന്നതാണ് അല്പസമയത്തിനകം നമ്മൾ അറിയാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫിൻ, കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ എന്നിവർ ചേർന്നു. ആദ്യം സ്റ്റെഫിനിലേക്ക്. സ്റ്റെഫിനി, ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ എവിടെയുള്ള വീട്ടിൽ നിന്നാണ്? അദ്ദേഹം എവിടേക്ക് പോയി? എന്തെങ്കിലും ഉരിയാടാൻ തയ്യാറായോ? രതീഷ്, 7 മണിയോട് കൂടിയാണ് മുകേഷ് തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ നിന്നും പോയത്. അദ്ദേഹം എറണാകുളത്തേക്ക് അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടി പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെല്ലാം തന്നെ വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പരാതിയാണ്. അതായത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരിയായ നടി തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ പണം നൽകാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ കെട്ടിച്ചമച്ചൊരു പരാതിയാണ് ഇത് എന്നുള്ളതാണ് മുകേഷ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം തന്നെ തുടങ്ങും. മുഖ്യമന്ത്രി മാത്രമേ ഇനി എത്തേണ്ട താമസമുള്ളൂ. ബാക്കി എല്ലാ നേതാക്കളും തന്നെ സെക്രട്ടേറിയറ്റിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ഈ വിഷയം ഏതായാലും കൃത്യമായി തന്നെ പരിഗണിക്കും, ചർച്ചയ്ക്ക് വരും. അതിലായി തീരുമാനം ഒരുപക്ഷെ സ്ഥാനം ഒഴിയണമെങ്കിൽ അങ്ങനെ, അതല്ല തുടരാം എന്ന പച്ചക്കൊടിയാണെങ്കിൽ അങ്ങനെ. ഇന്ന് തന്നെ ആ തീരുമാനം, ആ സസ്പെൻസ് പാർട്ടി അവസാനിപ്പിക്കുമോ, അതോ അടുത്ത ദിവസം ചേരാൻ പോകുന്ന സംസ്ഥാന സമിതിയിലേക്ക് വിഷയം നീളുമോ? രതീഷ്, ഒരുപക്ഷെ ഇന്ന് തന്നെ അതിൻ്റെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നാം കണക്ക് കൂട്ടുന്നത്. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ CPIയുടെ ഒരു ആവശ്യം മുകേഷിൻ്റെ രാജി തന്നെയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അത് തന്നെയാണ് CPIയുടെ നിലപാട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ നിന്ന് കടുത്ത എതിർപ്പ് മുകേഷിനെതിരെ ഉയരുന്നുണ്ട്. മുകേഷിൻ്റെ രാജിക്ക് വേണ്ടി ഉള്ള സമ്മർദ്ദം CPIയിൽ നിന്ന് ശക്തമാവുകയാണ്. ഒപ്പം മുന്നണിക്കുള്ളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് CPMലും ചില ആളുകൾ മുകേഷിൻ്റെ രാജി ആവശ്യമാണ് എന്ന തരത്തിൽ ഒരു സംസാരമുണ്ട്. അങ്ങനെയെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉയർന്നു വരും. എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് നിർണായകമാവുക. ഏതായാലും വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ കൊല്ലത്ത് മുറുമുറുപ്പുണ്ടായിരുന്ന PK ഗുരുദാസിനെ ഒഴിവാക്കി. ഒരു ടൈം കൂടി അദ്ദേഹം ആഗ്രഹിച്ചാണ്, ഒഴിവാക്കിയാണ് നിയമസഭാ സീറ്റ് നൽകുകയും വിജയിപ്പിക്കുകയും രണ്ടാമത് വീണ്ടും സീറ്റ് നൽകുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ വളരെ കൗതുകം, CPI ആണ് മുകേഷിന്റെ രാജിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പരസ്യ നിലപാടുമായി നിൽക്കുന്നത്. എന്താണ് മുകേഷിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ CPI ബന്ധമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. CPMമായി ചേർന്ന് നിൽക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമായ പലതും അത് കണ്ണിന് മറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ CPMലെ ഏത് തരത്തിലൊരു പിന്തുണയാണ് മുകേഷിന് രൂപപ്പെടുന്നത്? ആ പിന്തുണയ്ക്ക് അത്രത്തോളം ശക്തിയുണ്ടോ? CPMൽ പരോക്ഷമായിട്ടുള്ള ഒരു പിന്തുണയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാര്യം പാർട്ടി കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ മുൻ മന്ത്രി അടക്കമുള്ള ആൾക്കാർ വലിയ രൂക്ഷമായിട്ടാണ് മുകേഷിനെതിരെ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പറഞ്ഞത് പാർട്ടിക്ക് അപമോദിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊരു ലൈംഗിക ആരോപണമാണ്, ലൈംഗിക പീഡന ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ രാജി വെച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. കാര്യം സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ആ പ്രതിച്ഛായ പോലും മോശമായി ബാധിക്കും എന്ന് കമ്മിറ്റി യോഗങ്ങൾ പറഞ്ഞു. പക്ഷേ പരസ്യമായി ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തി. അതിൽ പറഞ്ഞത് ഇപ്പോൾ ഇത്തരത്തിലെങ്കിലും ഇത് എവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ? ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുകേഷിൻ്റെ പട്ടത്താനത്തെ വീടാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാറല്ല, അദ്ദേഹം എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് അഭിഭാഷകനെ കാണും. ഒപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ച നടിക്കെതിരെയുള്ള തെളിവുകൾ ഇന്ന് അദ്ദേഹം അഭിഭാഷകന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൊല്ലത്തേക്ക് അദ്ദേഹം ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല. കാര്യം സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്താൻ സാധ്യതയില്ല. മാത്രമല്ല, ഇവിടേക്ക് എത്തുകയാണെങ്കിൽ പോലീസ് കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ആ വീടിന് ഒരുക്കിയതിനെ അമ്മയും സഹോദരിയും അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും വീട്ടിലുണ്ട്. എന്നാൽ മുകേഷ് ഇവിടേക്ക് എത്തില്ല. എറണാകുളത്തേക്ക് പോയി അവിടെ
ചെയ്യാനാണ് സാധ്യത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് CPM-ന്റെ ഒരു പിന്തുണയാണ്. CPM പാർട്ടി കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ഇടതുപക്ഷ MLA-ക്ക് ചേർന്നതല്ല എന്ന് പറയുമ്പോഴും ഒരു തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്നുള്ള ഭയം, അതുകൊണ്ട് തന്നെയാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറയുന്നത്. രണ്ടാമത്തേത്, ഇതൊരു ആരോപണമാണ്, അതിലൊരു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരത്തിലുള്ള നിലപാടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ല. കാര്യം പലപ്പോഴും CPI അടക്കമുള്ള ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും കരുതുന്നത് എന്നതാണ് അവരുടെ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ ഉൾപ്പെടെ മനസ്സിലാകുന്നത്. MLA സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന ആദ്യത്തെ ആളല്ല മുകേഷ് എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാദമുണ്ടല്ലോ, കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എന്തിന് MLA പദവി രാജിവെക്കണം എന്ന ചോദ്യമൊക്കെ ഉണ്ട്. ഈ കൊല്ലത്തെ പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ടോ CPM സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മറിച്ചൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന്, രാജി ആവശ്യപ്പെടില്ല എന്ന ആത്മവിശ്വാസം പൂർണ്ണമായി അവിടുത്തെ ജില്ലാ നേതൃത്വത്തിനുണ്ടോ? ആ ജില്ലാ നേതൃത്വത്തിന് ആരും ആത്മവിശ്വാസമല്ല രതീഷ്. അവർ ഒരു നിലപാടായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യും. ഇന്ന് ആ വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ഇതാണ് എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിക്കും. പക്ഷേ അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിക്കും എടുക്കാമെന്നുള്ള ഒരു രീതിയാണ് CPM-ൻ്റേത്. നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ ഉള്ള വിവരം അനുസരിച്ച് ഒരു രാജി എന്നുള്ള കാര്യത്തിലേക്ക് പോകാൻ ഇതുവരെ സാധ്യതയില്ല. അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മുതിർന്ന CPM-ൻ്റെ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു രാവിലെയും. അപ്പോഴും ഒരു രാജി എന്നുള്ള കാര്യത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ചെറിയ രീതിയിലുള്ള വിമർശനമല്ല, വലിയ രീതിയിലുള്ള വിമർശനം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുകേഷിനെതിരായി ഉണ്ടാകും. മാത്രമല്ല ഈ തെളിവുകൾ, കാര്യം ഇന്ന് വക്കീലിന് കൈമാറാൻ വേണ്ടി പോകുന്ന തെളിവുകൾ പാർട്ടി നേതൃത്വത്തിന് അദ്ദേഹം കൈമാറിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട്. അതിൽ സ്ഥിരീകരണമില്ല. ആ തെളിവുകൾ കൂടി പരിശോധിക്കും. ആ തെളിവുകൾ ഒരു വ്യക്തത വരികയാണെങ്കിൽ, ആ തെളിവുകൾ കൃത്യമാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ പിന്നീട് എന്തിന് രാജി എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ വനിതാ അംഗങ്ങളടക്കമുള്ള ആൾക്കാർ കൃത്യമായി ഇന്ന് മുകേഷ് MLA-ക്കെതിരായ വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കും. ശരി, ഏതായാലും വളരെ നിർണായകമായ യോഗമാണ് മുകേഷിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും നടക്കാൻ പോകുന്ന. സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാജിവെച്ചൊഴിയാൻ ആവശ്യപ്പെടുമോ അതോ പിന്തുണ തൽക്കാലത്തേക്കെങ്കിലും ആ പിന്തുണ മുകേഷിന് തുടരുമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉണ്ടാകേണ്ടത്. കണ്ണൻ നായർ കൊല്ലത്ത് നിന്നൊപ്പം AK സ്റ്റെഫിൻ തിരുവനന്തപുരത്താണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.